താങ്ക് യു സാർ. വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. സൗണ്ട് കുറച്ച് ലേശം ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഒരു പനിയും തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കാം. പറഞ്ഞോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു ബാച്ചിന്റെ ഒരു ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡ് ആയിട്ടുള്ള അശോക് സാറാണ്. വേറൊരു ബാച്ചിനും ഈ ഒരു PSC എന്താണെന്നോ അല്ലെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂല് നമ്മൾ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഒരു നെർവസും കൂടാണ്ട് നമ്മൾ ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ഞാൻ ഏറ്റവും കടപ്പാട് അശോക് സാറോട് പറയാണ്. കാരണം എനിക്ക് എല്ലാ ഇന്റർവ്യൂവും ഭയങ്കര ആൻഷിയേറ്റും നെർവസും ആണ്. പക്ഷേ ഈ ഒരു നാമിന്റെ ഇന്റർവ്യൂ ആയിക്കോട്ടെ, അല്ല നമ്മുടെ കേരള PSC ഇന്റർവ്യൂ അത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറൊരു ബാച്ചിന് എന്താണ് ഇന്റർവ്യൂ, അതുപോലെ തന്നെ എന്താണ് PSC, നമുക്ക് ആ ഒരു ത്രൂ ഔട്ട് നമ്മളെ ജേർണിയിൽ നമ്മളുടെ കൂടെ ഒരു ബാക്ക് ബോൺ ആയിട്ട് അശോക് സാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സക്സസിലെ ഫാക്കൽറ്റീസും. ആദ്യം അവർക്ക് നന്ദി പറയട്ടെ. പിന്നെ താങ്ക്സ് ടു ഗോഡ്, മൈ ഫാമിലി, മൈ പാരൻസ്, ഹസ്ബൻഡ്. എനിക്കൊരു മോനാണുള്ളത്, 6 വയസ്സായി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ MD APGTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്റേൺഷിപ്പിലാണ് മാരേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇയറിൽ തന്നെ ഡെലിവറി പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഡെലിവറിൻ്റെ സമയത്തായിരുന്നു ഫസ്റ്റ് APGT. അന്ന് എനിക്ക് എഴുതാൻ പറ്റിയില്ല. അത് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഡിപ്രസീവ് മൂഡായിരുന്നു. കാരണം അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു MD എഴുതണം എന്നുള്ളത്. പക്ഷേ നെക്സ്റ്റ് ഇയറിൽ MD തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ അതൊരു മൂന്ന് മാസത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്ക് ആയിരുന്നു. അന്ന് എൻ്റെ ഉമ്മ ടീച്ചറാണ്. പക്ഷെ ഉമ്മ ഒരു 3 മാസം ഒരു ജോലി ജസ്റ്റ് ഒരു ലീവ് എടുത്തിട്ടാണ് ആ ഒരു 3 മാസം അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ കോഴിക്കോട് PM പ്രാക്ടീസ് ഓഫ് മെഡിസിനിലാണ് MD ചെയ്തത്. ജോയിൻ ചെയ്തു. അപ്പോൾ അതൊരു ഏറ്റവും ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ കൂടെയുള്ള എൻ്റെ മെമ്പേഴ്സ് 6 പേരാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ MD ഞാൻ ഒരു ചുളിവിൽ കിട്ടിയെന്ന് തന്നെ പറയാം. 3 മാസമാണെങ്കിൽ കൂടി ഞാൻ ഡെപ്തിൽ ഒരു സബ്ജക്റ്റും പഠിക്കാണ്ടാണ് MD എഴുതിയത്. ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള മറ്റൊരു അമൃത ഡോക്ടറും പ്രേം ഡോക്ടറും പറഞ്ഞ പോലെ തന്നെ എൻ്റെ UG ബേസ് ഏകദേശം ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബേസ് തന്നെയായിരുന്നു. അത് ഏകദേശം ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിട്ടില്ല. തേർഡ് ഇയർ ഫൈനൽ ഇയറും ഒക്കെ ആയിരുന്നു. ജസ്റ്റ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മാത്രമാണ് ഞാൻ നല്ലോണം പഠിച്ചിട്ട് MD എഴുതിയത്. പിന്നെ നമ്മൾ ജോയിൻ ചെയ്തു. നമ്മൾ 3 പേരും ഒരേ ബാച്ചാണ്. MD 3 ഡിഫറെൻറ്റ് കോളേജാണെന്നേ ഉള്ളൂ. അപ്പോൾ 1.5 ഇയർ കഴിഞ്ഞപ്പോൾ പാർട്ട് 1 MD എക്സാം വന്നു. അത് കഴിഞ്ഞ് ഒരു ഏകദേശം ഒക്ടോബർ ആയപ്പോഴാണ് MDൻ്റെ എല്ലാതും റിസൾട്ടും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയത്. പിന്നെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഡിസംബർ 2022 ഡിസംബറിലാണ് നമ്മൾ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഒരു പഠന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കമ്പൈൻ സ്റ്റഡി പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. BHMSലായാലും MDക്കായാലും എപ്പോഴും ഒരു കമ്പൈൻ സ്റ്റഡിയാണ്. അതായത് നമ്മൾ അറിയാത്ത സബ്ജക്റ്റ് ഫസ്റ്റ് ആയിട്ട് ഏറ്റവും വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റ് എല്ലാവർക്കും ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി. അതൊന്നും നമ്മൾ ആരും അങ്ങനെ നോക്കൂല. കാരണം അതിൻ്റെ സിലബസ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം. ഫസ്റ്റ് ആയിട്ട് ഇനി അടുത്ത PSCക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ആയിട്ട് നമ്മൾ സിലബസ് ഡൗൺലോഡ് ചെയ്ത് നമ്മളെ ഫ്രണ്ടിൽ തന്നെ വെക്കുക. അതിൽ നമുക്കറിയാം ഓരോ സബ്ജക്റ്റിനും പ്രയോറിറ്റൈസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ആയാലും പിന്നെ അതുപോലെ ഹോമിയോപ്പതി സബ്ജക്റ്റിന് കൂടുതൽ മാർക്ക്, അനാട്ടമി ഫിസിയോളജി പോലെ സബ്ജക്റ്റിന് കുറച്ച് മാർക്കേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയായിട്ട് ആ ഒരു ഫസ്റ്റ് റൗണ്ട് പഠിത്തത്തിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഒരുപോലെ ഒരേ പ്രയോറിറ്റീസ് കൊടുത്തിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ 6 പേരും ഒരുമിച്ചായിരുന്നു പഠിക്കുക. അപ്പോൾ തലേന്ന് നമ്മളൊരു സബ്ജക്റ്റ് പറയും, പിറ്റേന്ന് നമ്മൾ ആ സബ്ജക്റ്റ് അതിൻ്റെ ഒരു പോർഷന് കവർ ചെയ്യും. കാരണം MD ആകുമ്പോൾ നമുക്കറിയാം കൂടുതൽ ഉത്തരവാദിത്തം OP ക്ലിനിക്സ് IP എല്ലാതും ഉണ്ടാവും. ആ ഡ്യൂട്ടിക്ക് ഇടയിലാണ് നമ്മൾ ടൈം കണ്ടെത്തിയിട്ട് ഒരുമിച്ച് പഠിക്കും. ഒരുമിച്ച് പഠിച്ചിട്ട് നമ്മൾ പിറ്റേന്ന് അത് രാവിലെ തന്നെ വന്നിട്ട് ഒരു ഹാഫ് അവർ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക ചെയ്യുക. തലേന്ന് നമ്മൾ പഠിച്ചതിൻ്റെ എല്ലാവരും റാപ്പിഡ് ഫയർ പോലെ അത് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് MCQ അന്ന് തന്നെ നമ്മൾ ചെയ്യും. അതിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ആപ്പ് മെയിനായിട്ട് ഹോമിയോ PD ആയിരുന്നു. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ ആപ്പിനെ പറ്റിയിട്ടോ ഒന്നും അറിയില്ലായിരുന്നു. MD അങ്ങനെ ഒരു IHMA ബുക്കും PHF ബുക്കും മാത്രം പഠിച്ചിട്ടാണ് ഞാൻ MD എഴുതിയത്. അന്നൊരു കോച്ചിങ്ങിന് ഒന്നും പോയിട്ടില്ലായിരുന്നു. പിന്നെ ഈ PGക്ക് വന്നപ്പോൾ എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല ബേസുള്ള കുട്ടികളും അതുപോലെ തന്നെ ഏതൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ അറിയുന്ന കുട്ടികളാണ്. ആ ഒരു വഴിയാണ് ഞാൻ എങ്ങനെയാണ് PSC ക്രാക്ക് ചെയ്യുക, എങ്ങനെയാണ് പഠിക്കുന്നതെന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹോമിയോപ്പതി സബ്ജക്റ്റിന് മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ബുക്ക് എന്ന് പറയുകയാണെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. സക്സസ് ഹോമിയോപ്പതിക്കും ഉണ്ട്, നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റിനും ഉണ്ട്. അത് ഒരു അത്യാവശ്യം സ്പൈറൽ ചെയ്തിട്ടുള്ള ബുക്കാണ്. 4 ഫാർമസി, മെറ്റിയോമെഡിക്ക, റെപ്പട്രി, അതുപോലെ തന്നെ ഓർഗനോൺ, ഈ 4 എണ്ണം നമ്മൾ അതായിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ PHFന്റെ ബുക്കും IHMന്റെ ബുക്കും ഉണ്ട്. പക്ഷേ ഒരു മാക്സിമം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള ഈ സബ്ജക്ട് ഈ ഒരു ബുക്കിലായിരുന്നു, സക്സസ് പറഞ്ഞിട്ടുള്ള ബുക്ക്. അതിൻ്റെ ബാക്കിൽ ഫാർമസി എല്ലാ സബ്ജക്റ്റിൻ്റെ ബാക്കിൽ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ ഒരു തവണ അല്ല ചെയ്തത്, ഒരു 3-4 തവണ ഞാൻ എക്സാമിന് മുന്നേ അത് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫാർമസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
ഫാർമസിയിൽ ഏകദേശം ആ നമുക്ക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അത്രയും നമ്മൾ ഒറ്റ തവണ അല്ല ചെയ്തത്, 2-3 തവണ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്, അത് പിന്നെ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന ബുക്കാണ്. അതുപോലെ തന്നെ സക്സസ് പോലുള്ള ഒരു ബുക്ക് തന്നെയാണ്. പിന്നെ അതുപോലെ ഹോമിയോപ്പതി ആപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പ്, അതൊക്കെ അവർ പറഞ്ഞു, മുന്നുള്ള ഡോക്ടേഴ്സ് പറഞ്ഞു. അത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഹോമിയോ ഗുരുജി, ഹോമിയോ സ്റ്റാർ, ഹോമിയോ മന്ത്ര, ഇഷ്ടംപോലെ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ ആ ഒരു എന്താണ് ഇന്ന് പഠിക്കുന്നത്, ഇപ്പൊ റെപ്പട്രിയിൽ ഒരു BTP റൂബ്രിക്സ് ആണെങ്കിൽ അത് അവിടെ പോയി സെർച്ച് ചെയ്തിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് ആ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തിട്ട് നമ്മളത് ചെയ്യും. അപ്പൊ ഡെയിലി നമ്മൾ തിയറിയും പഠിക്കും, MCQയും ചെയ്യും. അപ്പൊ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഏത് ടൈപ്പ് പാറ്റേൺസോ ക്വസ്റ്റ്യൻസോ ഫെമിലിയർ ആവും. പിന്നെ അതുപോലത്തെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കൂടും, ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള സ്പീഡ് കൂടും. പിന്നെ മെയിനായിട്ട് ഹോമിയോപ്പതി ആപ്പാണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുന്നത് എക്സാമിന്റെ സമയത്ത്. അതിൽ ഓരോ ചാപ്റ്റർ വൈസ് തന്നെ, ഇപ്പോൾ റെപ്പട്രി ആണെങ്കിൽ BTPന്റെ റൂബ്രിക്സിന്റെ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും അത്രയും എളുപ്പമാവും. ഇപ്പോൾ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ MD ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പാർട്ട് 1 കുറേ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റ് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത്. പക്ഷെ നമുക്ക് ആ ഒരു MD ചെയ്തുകൊണ്ട് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ആ സബ്ജക്റ്റിന്റെ കാര്യത്തിൽ. പിന്നെ ഹോമിയോപ്പതി സബ്ജക്റ്റ് പറഞ്ഞു. നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റിന് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ബുക്ക് ഷുവർ സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. റോംസ് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. പക്ഷെ അത് വാസ്റ്റ് ആണ്, നല്ല അതിന്റെ ഒരു ഏകദേശം ഒരു പകുതി ഒരു കട്ടിയുള്ള ഒരു ബുക്കാണ് ഷുവർ സക്സസ്. അത് നല്ലൊരു ബുക്കാണ്, എല്ലാവരും അത് എന്തായാലും വാങ്ങണം. ഒരു 1000 എബോ ആണ് ഓൺലൈനായിട്ട്. ഓഫ്ലൈനായിട്ട് എത്രയെന്ന് അറിയില്ല, ഓഫറിൽ ഉണ്ടാവും. നല്ലൊരു ബുക്കാണ് അത്. അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര കൺസൈസ്ഡ് ആണ്, നമുക്ക് വേണ്ട പോലെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ FM ആയാലും പാത്തോളജി ആയാലും ആകെ ഒരു 5-6 പേജ് ഉണ്ടാവുള്ളൂ. പിന്നെ PM എല്ലാതും നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റിന് നല്ലൊരു ബുക്കാണ് ഷുവർ സക്സസ്. പിന്നെ മുണ്ടിസ്കാനാണ് ബുക്ക് ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ബുക്കാണ് ഈ ഷുവർ സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. പിന്നെ ക്വസ്റ്റ്യൻസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ കമ്പൈൻ സ്റ്റഡി എന്ന് പറയാൻ എല്ലാവർക്കും കമ്പൈൻ സ്റ്റഡി ഇഷ്ടമാണെന്നില്ല. സിംഗിളായിട്ട് പഠിച്ചിട്ടാണ് ശീലം, യോജിക്കെങ്കിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. നമ്മൾ അവസാനത്തെ ഒരു 2 to 3 മന്ത് പിന്നെ ഒറ്റക്കാണ് പഠിച്ചത്. അതുവരെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പഠിച്ചിട്ട് ഏകദേശം എല്ലാ സബ്ജക്റ്റും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ പഠിക്കുന്ന സമയത്ത് അത്രയും ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ആ ഒരു പോർഷൻസ് ഒക്കെ കവർ ചെയ്തു. പിന്നെ എക്സാമിനെ അടുപ്പിച്ച് ഒരാഴ്ച മുന്നേ ഞാൻ ലീവ് എടുത്തിട്ട് വിട്ടുപോയതായിരുന്നു. ആ സമയത്ത് ഞാൻ തിയറിയും പഠിച്ചിട്ടുണ്ട്, ആ എല്ലാ സബ്ജക്റ്റും റിവൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റും ആ സമയത്ത് എല്ലാ മോക്ക് ടെസ്റ്റിലും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. IHMന്റെ ഓഫ്ലൈൻ കോച്ചിങ്ങിലും ഞാൻ ഉണ്ടായിരുന്നു. സൺഡേസിലാണ് ക്ലാസ്, കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. അപ്പോൾ തിങ്കൾ ടു സാറ്റർഡേ ഫുൾ ടൈറ്റ് ആയിട്ട് ആ ഒരു 3-4 മാസം PSCക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ്, അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് കിട്ടിയത്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടായിരുന്നു ആ സമയത്ത്. ബിസിനസ് സമയത്ത് നമുക്ക് കുറേ ഇളവുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ആ ഒരു ഡിസംബർ ടു ജൂൺ ആ ഒരു സമയത്ത് എപ്പോഴും PSCനെ പറ്റിയിട്ടും അതിൻ്റെ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടും എപ്പോഴും കീപ്പ് ഇൻ ടച്ച് തന്നെയായിരുന്നു. അപ്പോൾ ഈ MD ഒന്നും ഇല്ലാത്ത MD എടുക്കാൻ ആഗ്രഹമുള്ളവരും എന്തായാലും MDക്ക് ഇപ്പോൾ അമൃത ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ സബ് ആയിട്ട് MD ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 3 വർഷം എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് PSCക്ക് വേണ്ടതാവാം, വേണ്ടാത്തതാവും. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 1-2 ആഴ്ച മുന്നേ റൗണ്ട്സിന്റെ സമയത്ത് നമുക്ക് പറഞ്ഞു തന്ന ഒരു 5-6 ക്വസ്റ്റ്യൻസ് അവർ ക്ലിനിക്കൽ എക്സാമിനേഷന്റെ സമയത്ത് സാറ് പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ PSCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ MD ചെയ്യുന്നതിലൂടെ നമുക്ക് എവിടേക്കോ എന്തൊക്കെയോ ഇൻഫർമേഷൻസ് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ ഒരു ഗ്യാപ്പ് വരുന്നത് 3-4 വർഷം വരുന്നതുകൊണ്ട് എല്ലാവരും MDക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ആ സമയത്ത് നമ്മൾ MDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസും നമ്മൾ കുറേ നോട്ട്സും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ റെപ്പട്രിയിൽ റൂബ്രിക്സ് മൾട്ടി കളർ വെച്ചിട്ടുള്ള നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു MD ആയതുകൊണ്ടുള്ള തിരക്കുകൾ കാരണം ആ 6 മന്തിന്റെ ഗ്യാപ്പിൽ തന്നെയാണ് അത് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ IHMന്റെ കോച്ചിങ്ങിൽ മുഹമ്മദ് സാലി ഡോക്ടറെ ക്ലാസ്സും അതേപോലെ ഷർജാൻ ഡോക്ടർ ഓർഗനോൺ, അത് 2 സൂപ്പർ ക്ലാസ് ആണ്. അത് 2 വെച്ചിട്ട് ഞാനൊരു നോട്ട് അക്കൂറിസത്തിന്റെ നോട്ടൊക്കെ വെച്ചിട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാർമസി IHMA ആണ് പഠിച്ചിട്ടുള്ളത്. IHMന്റെ സക്സസും പിന്നെ IHMന്റെ ബുക്കും അത് നല്ല വാസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടിയത് അതിലുണ്ട്. അത് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഈ നോട്ടിന്റെ കാര്യം റെപ്പട്രി ഓർഗനോണാണ് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത്. അത് എക്സാമിന്റെ മുന്നേ തന്നെ നമ്മളത് ഉണ്ടാക്കി വെക്കണം. കാരണം പിന്നെ നമുക്ക് എക്സാം അടുപ്പിച്ച് ഓർഗനോൺ വായിക്കാനൊന്നുള്ള ടൈം ഉണ്ടാവില്ല.
അപ്പോൾ ഈ ഒരു പിന്നെ ഗൈനക്കോളജിയൊക്കെ ഞാൻ PHFലെ ഷജ്ന ഡോക്ടറെ ക്ലാസ്സൊക്കെ കേൾക്കലുണ്ട്. PHFന്റെ ബുക്കും വായിക്കൽ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് തന്നെയാണ് വായിക്കൽ. പിന്നെ ഈ ഷുവർ സക്സസ് ബുക്കുമാണ് വായിക്കൽ. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പൻസിന് ഇവരോട് 3 പേരോടും അത് ആരോടാണെന്നുള്ളത് നിങ്ങൾ പേര് പറഞ്ഞ് തന്നെ പറയാം, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരുപാട് സമയം കിട്ടത്തില്ല, കാര്യം ഇപ്പം തന്നെ 9:38 ആകുന്നു. എങ്കിലും ഒരു 10-15 മിനിറ്റ് എടുക്കാം. ഹലോ, ഹായ്. പറഞ്ഞോളൂ. നമ്മൾ ഈ അത്യാവശ്യം നമ്മൾ ചെറിയൊരു രീതിയിൽ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എക്സാം വരുന്നതിൻ്റെ ഒരു 1 മന്ത് ഒരു മാസം മുന്നേ എന്താണ് നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? അതായത് പഴയ നോട്ട്സ് ഒക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാണോ ചെയ്തത്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ MCQs മാക്സിമം ചെയ്തതാണോ? കാരണം നെഗറ്റീവ്സ് നമ്മൾ ഒന്നും കൂടെ ചിലപ്പം ഇവിടെ പലരും പറഞ്ഞു ബേസ് ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു എന്ന്. പക്ഷെ ചില ആളുകൾക്ക് അങ്ങനെ വേണമെന്നില്ലല്ലോ. അപ്പം ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ രണ്ടാമതും ആ ഒരു സമയത്ത് റിവൈസ് ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ്സ് കൂടുമോ, അല്ലെങ്കിൽ ആ സമയത്ത് MCQs ആണോ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നൊന്ന് പറയാൻ പറ്റുമോ? പ്രേം ഡോക്ടർ ഒന്ന് പറയാ, അല്ലെങ്കിൽ സഹല ഡോക്ടർ, അമൃത, ആരായാലും മതി. ഞാൻ സർ, ബേസ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചു. ബേസ് നല്ലതല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. ഫിസിയോളജി ടെക്സ്റ്റ്, നമ്മളെ ശംഭുലിംഗം ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. കാരണം അതിൻ്റെ അകത്ത് തന്നെ ആദ്യമൊക്കെ കുറച്ചൊരു അനാറ്റമി പോർഷൻ കവർ ചെയ്യുന്നുണ്ട്, പിന്നെ ഫിസിയോളജി വരുന്നുണ്ട്. അപ്പൊ ഈ ഫിസിയോളജി പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ പെട്ടെന്ന് പിടികിട്ടും. അങ്ങനെ എല്ലാ ക്ലിനിക്കൽ സബ്ജക്ട്സിനെയും വരുതിയിലാക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ഫിസിയോളജി. അപ്പം ബേസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്യേണ്ടു, ശംഭുലിംഗം ഒരു 3 ആഴ്ച കൊണ്ട് ഇപ്പൊ തന്നെ വായിച്ചു തീർക്കുക, എന്നിട്ട് മറ്റ് സബ്ജക്ട്സ് വായിക്കുക. പിന്നെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഞാനൊരു ഏപ്രിൽ 15 തൊട്ടിട്ടാണ് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. മെയ്യിൽ ഞാൻ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തു. മെയ് ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഞാൻ ബുക്സ് ഒക്കെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് മെമ്മറൈസ് ചെയ്യുന്ന ടോപ്പിക്സ്. അതായത് ഇപ്പം നമ്മളുടെ ഈ റെപ്പർട്ടറീൻ്റെ ഒക്കെ ഈ ഫസ്റ്റ് ഇതുണ്ടാവില്ലേ, ഓരോ റെപ്പർട്ടറീൻ്റെ ഇയർ പബ്ലിഷ് ചെയ്തത്, അങ്ങനെ കുറേ ഇല്ലേ, ഈ ബെറിഡ് സൈസ്, അങ്ങനെയുള്ള ഒരു വലിയ IHME ബേസിക്കലി അങ്ങനെ കുറേ മെമ്മറൈസ് ചെയ്യുന്ന റെപ്പർട്ടറി ഇതുണ്ടായിരുന്നു, അത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി നമ്മൾ ഓർഗനോണിൻ്റെ ഈ എന്താ ജസ്റ്റ് ആ എഫോറിസം നമ്പേഴ്സ് ഒന്നുകൂടെ നോക്കി. പിന്നെ കീനോട്ടിലെ ബ്രാക്കറ്റിലുള്ളത് ഒന്നും കൂടെ നോക്കി. പിന്നെ വേറെ ഒന്നും കാര്യമായിട്ട് നോക്കിയിട്ടില്ല. പിന്നെ എക്സാം വരെ ആ ഒരു 20 days ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് ആ ഒരു എക്സാമിൻ്റെ ലെവൽ ഒന്ന് അസസ് ചെയ്യും, പെട്ടെന്നൊന്ന് നോക്കുമ്പോൾ തന്നെ, അതായത് ഹാർഡാണോ ഈസി ആണോ എന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ചാണ് ഞാൻ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പം ഈസി ആണെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ പൊതുവെ കറക്കി കുത്തുന്ന ഒരാളല്ല, ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുമല്ല. അപ്പം എനിക്ക് എത്രത്തോളം അറിയാവോ ആദ്യം അറിയുന്നതൊക്കെ ചെയ്യും. പിന്നെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളത് വളരെ, അതായത് ഒരു 80% മാത്രം ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ കുത്താറ്. ഈ PSCയിൽ തന്നെ എനിക്ക് ആകെ 3 നെഗറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ എല്ലാം റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നെഗറ്റീവ്സ് വരുന്നൊന്നുമില്ല. കാരണം നമ്മൾ പഠിക്കുമ്പം അത് എത്ര കറക്റ്റായിട്ട് അല്ലെങ്കിൽ അത്രയും ഇതിൽ തലയിലേക്ക് കൊടുക്കുന്നു അതിനനുസരിച്ചാണ്. അപ്പം നമ്മൾ ഉറപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നോക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പം തന്നെ നമ്മൾക്ക് പലതും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റില്ലേ. അപ്പം നമുക്ക് അങ്ങനെയുള്ള കൺസെപ്റ്റ് ബേസ് ആയിട്ടുള്ളതൊന്നും നമ്മൾക്ക് പിന്നെയും പോയി വായിക്കാൻ നിൽക്കരുത്, അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ഒരു 2 weeks മുൻപേ തന്നെ നമ്മൾ അതൊക്കെ നിർത്തി കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. കാരണം ഓൺ ദ എക്സാമിനേഷൻ ഡേ യു ആർ ഗോയിങ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അല്ലാതെ നമ്മൾ പഠിച്ച് എത്രത്തോളം വിവരം വെച്ചു എന്ന് അളക്കില്ലല്ലോ. നമ്മൾ ആ ഒരു റിയാലിറ്റി ഫേസ് ചെയ്യാൻ പോവാണ്.
അപ്പൊ അതിനെ നമ്മൾ മൈൻഡിനെ ട്രെയിൻ ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനി അമൃത ഡോക്ടറും സാല ഡോക്ടറും പറയും. പ്രേം ഡോക്ടർ പറഞ്ഞ പോയിന്റ് ഞാനും പറയാൻ ഉദ്ദേശിച്ചു വിട്ടുപോയതാണ്. ഇപ്പൊ ഈ എഴുതിയ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും കുറച്ച് നമുക്ക് റാങ്ക് ബെറ്റർ ആവാനുള്ള ഒരു മെയിൻ റീസൺ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് കളിക്കാൻ നിന്നില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാ എക്സാംസിലും പല ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നല്ല ഹാർഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഈ ലാസ്റ്റ് PSC പേപ്പർ നോക്കിയാൽ തന്നെ HLAയുടെയും പിന്നെ കുറച്ച് മോണോക്ലോണൽ ആന്റിബോഡീസിന്റെ ക്യാൻസറിലുള്ള അതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ യൂഷ്വലി ആൾക്കാർ പഠിക്കുന്ന എനിക്ക് തോന്നണില്ല. സോ നമുക്ക് ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസിനെ തൊടാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ വളരെ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് രണ്ടു വട്ടെങ്കിലും വായിച്ചിട്ട് കൃത്യമായ ഓപ്ഷൻസ് കൂടെ നോക്കിയതിന് ശേഷം മാത്രം മാർക്ക് ചെയ്യാം. ഇപ്പോഴത്തെ PSCയുടെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഓപ്ഷൻസ് ആയിരിക്കും ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ അസേർഷൻ റീസൺ അല്ലെങ്കിൽ മെറ്റീരിയൽ മെഡിക്കലാണെങ്കിൽ ഇത്തവണത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ബ്രാക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് കറക്റ്റ് ആൻസർ ആയിട്ടുള്ള ഒരു ഡ്രഗിന്റെ അടിയിലുള്ള ഒരു സിംറ്റം ഉണ്ട്, പക്ഷെ അതിന്റെ ബ്രാക്കറ്റിലുള്ള ഡ്രഗിനെയും കൂടെ ചേർത്തിട്ടാണ് ഇവർ ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ വായിച്ച മെയിൻ ഡ്രഗിന്റെ പേരാണ്, ഒന്ന് ബ്രാക്കറ്റിലുള്ള പേരാണ്, മൂന്നാമത്തെ ഓപ്ഷൻ ബോത്ത് ആണ്, നാലാമത്തെ ഓപ്ഷൻ നൺ ഓഫ് ദി അബവ് ആണ്. അപ്പൊ നമ്മൾ ബ്രാക്കറ്റിനും കൂടെ ഫോക്കസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ബോത്ത് എന്നുള്ള കറക്റ്റ് ആൻസറിലേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പോൾ ആ ബ്രാക്കറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ നമുക്കൊരു 60% എങ്കിലും കുറച്ച് ഈസിയാണ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മാത്രം നല്ലോണം ആലോചിച്ച് കുറച്ച് ലോജിക് ഒക്കെ അപ്ലൈ ചെയ്ത ശേഷം മാത്രം റിസ്ക് എടുത്ത് അറിയാത്ത ആൻസേഴ്സ് ഗസ് ചെയ്യാൻ നിൽക്കുക. ഒന്നും അറിയില്ലെങ്കിൽ വെറുതെ പോയി കുത്തി എല്ലാ ക്വസ്റ്റിനും മാർക്ക് ചെയ്തു ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യരുത്. അതാണ് നന്നായിട്ട് എഫേർട്ട് ഇട്ട് പഠിച്ചാൽ പോലും നമ്മൾ ആ എക്സാം ടൈമിൽ ചെയ്യുന്ന ചെറിയ അബദ്ധങ്ങൾ കൊണ്ട് നമ്മുടെ റാങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വരാം. നമ്മുടെ ഓപ്പർച്യൂണിറ്റിയെ വരെ അത് അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകും. അപ്പോൾ ഏത് എക്സാം എഴുതുമ്പോഴും നെഗറ്റീവ് മാർക്കുള്ള ഏത് എക്സാം എഴുതുമ്പോഴും നെഗറ്റീവ്സ് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് പോലും എനിക്ക് 10 നെഗറ്റീവ് ഉണ്ടായിരുന്നു, ബട്ട് നമ്മളത് ട്രൈ ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഇതിലൊക്കെ എന്താ ചെയ്തതെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് ഇപ്പൊ ടൈം ഉണ്ട് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നിങ്ങൾ ഇപ്പൊ കുറച്ച് ബേസ് ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പൊ കുറച്ച് നന്നായിട്ട് വായിച്ച് ചെറിയ ചെറിയ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതായത് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് വായിച്ചാലും പെട്ടെന്ന് ഓർത്തിരിക്കാവുന്ന എന്നാൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം കവർ ചെയ്യുന്ന നിങ്ങൾക്ക് ഓർമ്മ വരുന്ന രീതിയിൽ കളർഫുൾ ആയിട്ടോ പിക്ചേഴ്സ് ആയിട്ടോ കഥകളായിട്ടോ എന്ത് രീതിയിലാണ് നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നത് അത് കണ്ടാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്ന രീതിയിൽ നോട്ട്സ് ആയിട്ടോ സ്റ്റിക്കി നോട്ട് ആയിട്ടോ അങ്ങനെ ഒരു റിവൈസ് ചെയ്യാനുള്ള മെറ്റീരിയൽ സ്വന്തമായിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. സാല ഡോക്ടർ ഒക്കെ പറഞ്ഞ പോലെ നമുക്ക് അട്രാക്റ്റീവായി മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് നമ്മൾ സ്വയം ഉണ്ടാക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ടൈമുള്ള കാരണം ഞാൻ പറയാണ്, ലാസ്റ്റ് മന്തിലേക്ക് അതിന് നിൽക്കരുത്. അപ്പൊ പുതിയ കൺസെപ്റ്റ് പഠിക്കാനോ അതിന്റെ നോട്ട് ഉണ്ടാക്കാനോ നിന്നാൽ ഒന്നും എവിടെ എത്തില്ല. ആ സമയത്ത് നമ്മൾ മാക്സിമം ബ്രഷപ്പ് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കിയ കോഡുകൾ റിവൈസ് ചെയ്യുക, സ്റ്റോറീസ് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുക. ഇപ്പൊ എന്തെങ്കിലും നോട്ട്സ് ഇപ്പൊ ഇയേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു സീരീസ് ആയിട്ട് ഓർത്ത് വെച്ചിട്ട് ആ കഥ ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പുതിയ കോൺസെപ്റ്റ്സ് ഒരിക്കലും ലാസ്റ്റ് മന്തിലേക്കോ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്സിലേക്കോ പുതിയതായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. ആ ടൈമിൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഉറപ്പിച്ച് അതിന് ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ ഒരിക്കലും ലൂസ് ചെയ്യാൻ പാടില്ല. ആ ഒരു ഉദ്ദേശത്തോട് വേണം നമ്മൾ മൂവ് ചെയ്യാനായിട്ട്. പഠിക്കാത്തത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സാരില്ല, പഠിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ എന്ന് വിചാരിക്കാം. പക്ഷെ പഠിച്ച് ഉറപ്പിച്ച കാര്യം തെറ്റിപ്പോകുമ്പോഴാണ് നമുക്ക് അതിനേക്കാളും വിഷമം ഉണ്ടാവുക. കാരണം നമ്മളത് ഡിസേർവിങ് ആയിരുന്നു ആ മാർക്ക് നമുക്ക് കിട്ടാനായിട്ട്. അപ്പൊ ആ ഒരു മാർക്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. എക്സാം എഴുതുമ്പോഴാണെങ്കിലും നെർവസ് ആവാതെ ഈ ഒരു എക്സാം മാത്രമല്ല നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്നുള്ള രീതിയിൽ പോവാതെ ആ ഒരു നമ്മൾ പഠിച്ചത് നമുക്ക് ഉറച്ചിട്ടുണ്ട്, ഞാൻ വേണ്ട എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് എനിക്ക് ഡിസേർവിങ് ആണെങ്കിൽ എനിക്ക് ലഭിക്കട്ടെ, ആ ഒരു കൂളായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മൾ എക്സാം ടൈമിൽ ആ ഹോളിൽ ചെന്ന് ഇരിക്കാനായിട്ട്. ആ റിസൾട്ടിനെ കുറിച്ച് ആ ടൈമിൽ കിടന്ന് ടെൻഷൻ ആവാതെ ക്വസ്റ്റ്യനിൽ ഫോക്കസ് ചെയ്യുക, ഓപ്ഷൻസിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ എനിക്ക് PSCയുടെ ഓപ്ഷൻസിൽ പ്രത്യേകിച്ച് തോന്നിക്കുന്നത് കറക്റ്റ് ആൻസർ എന്നുള്ളതിനേക്കാളും ചിലപ്പോൾ ബെസ്റ്റ് ആൻസർ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരിക. അപ്പോൾ കുറച്ച് ലോജിക്ക് ഉപയോഗിക്കുക. ഏതായിരിക്കും ഈ 4 ഓപ്ഷൻസിൽ ബെസ്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും, നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കാര്യത്തിൽ കൈവയ്ക്കാതെ നമ്മുടെ ഉള്ള മാർക്കുകളെ പ്രിസർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ PSCന്റെ ആയിക്കോട്ടെ PGTന്റെ ആയിക്കോട്ടെ എല്ലാം മാക്സിമം
പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ചെയ്യണം എക്സാമിന് പോകുന്നതിന് മുന്നേ. പിന്നെ അറ്റൻഡ് ചെയ്യുന്ന കേസ് പറയുകയാണെങ്കിൽ ഞാൻ PGT-ക്കാണെങ്കിൽ ഒരു ആറ് ക്വസ്റ്റ്യൻസ് മാത്രമേ എഴുതാതിരുന്നിട്ടുള്ളൂ. പക്ഷെ അന്ന് എനിക്ക് 27 നെഗറ്റീവ് ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും അറ്റൻഡ് ചെയ്തുകൊണ്ട് ഭാഗ്യത്തിന് കയറിപ്പോയതാണ്. നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒരിക്കലും അറ്റൻഡ് ചെയ്യരുത്. പിന്നെ ഏകദേശം ഒരു 50 ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. പിന്നെ നമുക്ക് ഒരു 50-50 ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ലോജിക്ക് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാം. കാരണം തീരെ അറ്റൻഡ് ചെയ്യാതിരുന്നാലും നമ്മൾ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോകും. അത് നമ്മുടെ കൺസെപ്റ്റും നമ്മുടെ ലോജിക്കും വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ 1 മന്ത് ബിഫോർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, നാം പഠിച്ചിട്ടുള്ള മെറ്റീരിയൽസ്, നോട്ട്സ് അതൊക്കെ റിവൈസ് ചെയ്തു. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തായാലും 1-2 തവണ റിവൈസ് ചെയ്യണം പോകുന്നതിൻ്റെ മുന്നേ, എക്സാമിന് പോകുന്നതിൻ്റെ മുന്നേ. പിന്നെ ഒരാഴ്ച മുന്നേയും ഞാനും MCQ അന്ന് ആ ഒരു സമയത്ത് നമുക്ക് ലോട്ട് ഓഫ് മോക്ക് ടെസ്റ്റ് ഉണ്ടോ, IHMA, PHF, പല ഹോമിയോപീഡി, ഹോമിയോമന്ത്ര, എല്ലാ മോക്ക് ടെസ്റ്റിലും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എല്ലാ ഇയേഴ്സുകളും എല്ലതും റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോമിയോപതി സബ്ജക്റ്റ് മെയിൻ കീനോട്ടൊക്കെ ഡെയിലി വായിക്കും. അതുപോലെ ബോറിക്കൊക്കെ വായിക്കലുണ്ട്. ഫാർമസി എല്ലതും ഹോമിയോപതി സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ലാസ്റ്റ് 1 വീക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ PM-നും. പിന്നെ അനാട്ടമി, ഫിസിയോളജി അതൊക്കെ 1 വീക്ക് ഞാൻ അങ്ങനെ നോക്കിയിട്ടേ ഇല്ല. കാരണം ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് അവസാനത്തെ ഒരു 1 വീക്ക് ചെയ്തിട്ടുള്ളത്. തിയറി പോർഷൻസ് മറന്നു പോകാൻ, ഇയേഴ്സൊക്കെ മറന്നു പോകാനുള്ളത്, അങ്ങനെ മറന്നു പോകുന്നവർ എന്തായാലും അത് റിവൈസ് ചെയ്യണം. എന്നാലും നമുക്ക് എക്സാം ഹാളിൽ നിന്ന് അത് ഓർമ്മ വരുള്ളൂ. പിന്നെ ആ സമയത്തുള്ള എല്ലാ മോക്ക് ടെസ്റ്റിലും നമ്മൾ ജോയിൻ ചെയ്യണം. നമ്മൾ റാങ്ക് പിറകോട്ടാവെന്ന് വിചാരിച്ചിട്ട് ഒന്നിലും അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. നമുക്ക് നമ്മുടെ പൊസിഷൻ കാണുമ്പോൾ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുള്ളൂ. ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യണം. പിന്നെ ആ ഒരു എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ കൂളായിട്ട് എക്സാം സെൻറ്ററിൽ ഇരിക്കുക. ഒരു ടെൻഷനും വേണ്ട. പ്രസൻസ് ഓഫ് മൈൻഡാണ് ഇമ്പോർട്ടൻസ്. ഞാൻ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ബബിൾ ചെയ്യുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. ബബിൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് B ആണോ C ആണോ നോക്കിയിട്ട് തന്നെ ബബിൾ ചെയ്യുക. ആ ഒരു സമയത്ത് ഒരിക്കലും ഒരു മാർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. തെറ്റിക്കാണ്ട് ബബിൾ ചെയ്യാനൊക്കെ ശ്രമിക്കണം. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും 2 തവണ വായിച്ചിട്ട് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റ തവണ അല്ല, 2 തവണ വായിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്കി ഉണ്ടാവും. മെയിനായിട്ട് ഇപ്പോൾ റെപ്പറ്ററിയിലൊക്കെ പറയുന്ന കുറേ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വായിക്കണം. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നല്ലോണം വേണം. അടുത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വേഗം വരണം. 9:50 ആകുന്നു. ഹൗ ഡു യു അലോക്കേറ്റ് ടൈം ഫോർ ഡിഫറെൻറ്റ് സബ്ജക്ട്സ്? തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന സബ്ജക്റ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രാക്ടീസ് മെഡിസിനും മെട്രിയാമെഡിക്കയും റെപ്പർട്ടറിയും ഓർഗനോണും ഫാർമസിയും, ആ ഒരു അതായത് ഹോമിയോപ്പതി സബ്ജക്റ്റുകൾ പ്ലസ് PM അതാണ്. പിന്നെ താഴോട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നത് SPM-നാണെന്ന് തോന്നുന്നു. 8 മാർക്കോ മറ്റോ ഉണ്ട്. പിന്നെ സർജറി, ഗൈനക്കോളജി അതെല്ലാം അതിന് താഴെ വരും. ഫോറൻസിക് മെഡിസിൻ അതിനും താഴെ വരും. അനാറ്റമി, ഫിസിയോളജി ഏറ്റവും താഴെ. ആ രീതിയിലാണെന്ന് തോന്നുന്നു. മാർക്ക് അലോക്കേഷൻ തന്നെ ആയിരിക്കും നമ്മളൊരു ടൈം കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് പ്രാക്ടീസ് മെഡിസിന് ഏറ്റവും കൂടുതൽ ടൈം കൊടുക്കുക. ഇവർക്ക് എന്തെങ്കിലും ഇതിൽ മാറ്റം ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ പറയാം. പ്രാക്ടീസ് ഓഫ് മെഡിസിൻ പറയുമ്പോൾ കുറേ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും അതിൻ്റെ സിസ്റ്റം വൈസ് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. അതിനാണ് ഞാൻ പറഞ്ഞത് ഹോമിയോപ്പതി ആപ്പ്. അതെന്തായാലും നിങ്ങൾ ആ സമയത്ത് ചെയ്യണം. അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഒരു ബുദ്ധിമുട്ടില്ലാതെ അതിൻ്റെ ആൻസർ കീ അപ്പം തന്നെ നമുക്ക് കിട്ടുമെന്ന അതിൽ റാങ്ക് ലിസ്റ്റും ഉണ്ട്. എത്ര പേര് അറ്റൻഡ് ചെയ്തു, നമ്മളെ പൊസിഷൻ ഏതാണെന്നൊക്കെ അറിയാൻ പറ്റും. അത് അധികം അത്ര വലിയ ക്യാഷിൻ്റെ ആപ്പൊന്നുമല്ല. അപ്പോൾ മോക്ക് ടെസ്റ്റിന് മാത്രം വേണ്ടിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അത് നമ്മളൊക്കെ എല്ലാ സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടാണ്. ഇപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം, GIT, CVS എല്ലതും ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പം നമ്മൾ ആ ഒരു കൺസെപ്റ്റും നമുക്ക് ഈസി ആയിരിക്കും പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്. PM-ല് സിംറ്റമറ്റോളജി ഞങ്ങൾക്ക് PGs ആയിരുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഓർക്കാൻ എളുപ്പം ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ചില അപ്പിയറൻസ് ഉണ്ടല്ലോ, പ്രത്യേക അപ്പിയറൻസ്, നോസ്റ്റോം അപ്പിയറൻസ് ഉള്ള കണ്ടീഷൻസ്, ഈ ജെല്ലി അപ്പിയറൻസ്, അങ്ങനത്തെ നെയിംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിസ്ക്രിപ്ഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇൻഫെക്ഷൻസിന്റെ ഒക്കെ സിനോണിംസും അതിന്റെ വെക്ടേഴ്സ്, അങ്ങനത്തെ പ്രത്യേകമായിട്ടുള്ള നെയിംഡ് ആയിട്ടുള്ള ഐറ്റംസിന് കുറച്ചധികം ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ക്വസ്റ്റ്യൻസ് കൂടുതലും സിംറ്റമറ്റോളജി ഒക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഈവൻ ഓർഗനോണിൽ പോലും ഒരു കേസ് സിനാരിയോ തന്ന് അതിന്റെ മയാസം എന്താന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫാസ്റ്റ് റീഡിംഗ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. PM കുറച്ചുകൂടെ ബേസ് ഉണ്ടാക്കിയിട്ട് പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ടിപ്സ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് അപ്പോൾ അതിനോട് ഫെമിലിയർ ആവുക തന്നെയാണ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചോദിക്കുക. പ്രാക്ടീസ് ഓഫ് മെഡിസിൻ വളരെ ബേസിക് ആയിട്ട്, അതായത് ഫിസിയോളജി അനാറ്റമിയും കൂടെ ചേർത്ത് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ്റെ ഒരു ക്ലാസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഡോക്ടർ ആമിന അസ്നാർ ആണ് ഫാക്കൽറ്റി. മറ്റ് പ്രാക്ടീസ് മെഡിസിൻ ആമിന ഡോക്ടർ മാത്രമല്ല, വേറെയും ഫാക്കൽറ്റികളുണ്ട്. ഡോക്ടർ അർച്ചന ചന്ദ്രൻ, ഡോക്ടർ നീലിമ, അതുപോലുള്ള ഫാക്കൽറ്റികളുണ്ട്. എങ്കിലും നമ്മൾ തുടങ്ങുന്നത് 20-ാം തീയതി നമ്മുടെ ആദ്യത്തെ ക്ലാസ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റ് വൈസ് ക്ലാസ് ഡോക്ടർ ആമിന തുടങ്ങുന്നത് ഈ പറഞ്ഞതുപോലെ കുറച്ച് അനാറ്റമിയും ഫിസിയോളജിയും കണക്ട് ചെയ്ത് പ്രാക്ടീസ് മെഡിസിൻ ആ ഒരു രീതിയിലേക്കുള്ള ഒരു ക്ലാസ്സാണ്. ഹെമറ്റോളജിയാണ് നമ്മൾ തുടങ്ങുന്നത്. കണ്ടിന്യൂസ് ക്ലാസ്സുകൾ, അതായത് 20-ാം തീയതി തുടങ്ങി 26-ാം തീയതി വരെ 6 ദിവസം തുടർച്ചയായിട്ട് ക്ലാസ് ഉണ്ടാകും. അതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വേറെ ടോപ്പിക്കുകൾ, വേറെ സബ്ജക്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇവരോട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഉദ്ദേശിച്ചതിലും കുറച്ച് നീണ്ടുപോയി. 9:30-ക്ക് ഫിനിഷ് ചെയ്യണമെന്ന് കരുതിയാണ്. എങ്കിലും അവർ 3 പേരും ഇപ്പോഴും ലൈവായിട്ടുണ്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. വീണ്ടും അടുത്ത റാങ്കുകാരുള്ള കുറച്ച് പേരെ കൂടെ നമ്മൾ ഇതുപോലെ വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ അഞ്ജു ശിവറാം, ഡോക്ടർ ഷിജിൽ, അതുപോലുള്ള കുറച്ച് പേരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ചിലരോടൊക്കെ അവരും വരുന്നുണ്ട്. ഈ തൊട്ടടുത്ത ദിവസങ്ങളിലാണോ അതോ പിന്നീടാണോ എന്നുള്ളത് പിന്നീട് നമുക്ക് പറയാം. മാത്രമല്ല ഇവരെ വീണ്ടും നമുക്ക് ഒരു പീരീഡ് കഴിഞ്ഞിട്ട് ഒരു 5-6 മാസങ്ങൾക്ക് ശേഷം, അപ്പോഴേക്കും അവരെല്ലാം മെഡിക്കൽ ഓഫീസർമാരായിട്ടുണ്ടാവും, നമുക്കപ്പോഴും വീണ്ടും നമുക്ക് ഇവരെ ഇൻവൈറ്റ് ചെയ്യാം. എങ്കിലും ഇപ്പോൾ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. എല്ലാവരും പറഞ്ഞതുപോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സമയമുണ്ട്. 2, 2.5, 3 വർഷം തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുണ്ട്. ആദ്യം മുതൽ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പോയാൽ ഈ പറഞ്ഞതുപോലെ അവസാന മാസങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവസാന മാസം ഈ നോട്ട്സ് വെറുതെ മറിച്ച് നോക്കിയാൽ മതിയാകും. ഇല്ലെങ്കിൽ അവസാന മാസങ്ങളിൽ വെറുതെ ഇതൊന്ന് അതിലൂടെ ഒന്ന് ഓടിച്ചു പോയാൽ മതിയാകും. നമ്മളിപ്പോൾ തന്നെ ഓരോ സബ്ജക്റ്റിനും പ്രത്യേകം നോട്ട്ബുക്ക് തയ്യാറാക്കി ഓരോ സിസ്റ്റം വൈസായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റിനെ പറ്റി ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഒരു കമൻ്റ് ഉണ്ട്. അത് അന്ന് നമ്മുടെ ഗ്രൂപ്പുകളിൽ വന്നൊരു ട്രോളാണ്. ശരിക്കും അതൊരു കാർട്ടൂൺ പോലെ വന്നു. അതായത് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ 70 മാർക്ക് 80 മാർക്ക് എന്നൊക്കെ പറഞ്ഞവർ എനിക്കും ഓർമ്മയുള്ളതാണ്. കാര്യം ഞാൻ എക്സാം കഴിഞ്ഞ് കൊല്ലത്ത് സെൻട്രലിൽ ഞാനുണ്ടായിരുന്നു. അവിടെ കണ്ടവരെല്ലാം പറഞ്ഞു നല്ല ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു സാർ, 70 മാർക്ക് കിട്ടും 60 മാർക്ക് കിട്ടും. ഈ 70ഉം 60ഉം പറഞ്ഞവർ തിരിച്ച് ബസ് കയറിയില്ലേ വാഹനത്തിൽ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വീണ്ടും വിളിച്ചു പറഞ്ഞു അത്രയും കിട്ടില്ല, ഉദ്ദേശിച്ച ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഉദ്ദേശിച്ചതല്ല ആൻസർ. 70 പറഞ്ഞവർ 60ലേക്ക് വന്നു. വീട്ടിൽ ചെന്ന് പുസ്തകമൊക്കെ മറിച്ച് നോക്കിയപ്പോൾ ഈ 60 50ലേക്ക് വന്നു. വൈകിട്ട് കീ വന്നപ്പോൾ 50ഉം കിട്ടില്ല എന്നുള്ളൊരവസ്ഥ വന്നു. അതുപോലെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ രീതി. കാര്യം വായിക്കുമ്പോൾ ആൻസർ കരുതുന്നതല്ല ശരിക്കും അതിൻ്റെ ആൻസർ. അങ്ങനെ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഇനിയുള്ള പരീക്ഷകളൊക്കെ ആ രീതിയിലായിരിക്കും. കാര്യം മുമ്പൊക്കെ ഞാനൊക്കെ ഈ 95-ലെ പരീക്ഷ കഴിഞ്ഞ് 2002-ലും 2008-ലും ഒക്കെ ഞാൻ കുറേയേറെ ക്ലാസ്സുകൾ എടുത്തപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കൊടുക്കുമായിരുന്നു. ഫസ്റ്റ് ബോൺ ടു ഓസിഫൈ ഇൻ ദ ഹ്യൂമൻ ബോഡി, ഓൺലി ലോങ് ബോൺ വിച്ച് ലൈസ് ഹൊറിസോണ്ടലി ഇൻ ദ ഹ്യൂമൻ ബോഡി, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് അങ്ങനെ, അല്ലെങ്കിൽ സ്മാളസ്റ്റ് ബോൺ, സ്മാളസ്റ്റ് മസിൽ, അങ്ങനെ നെയിം ചെയ്യുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും ഇനി ഉണ്ടാകില്ല. ഒരു ക്വസ്റ്റ്യൻ പോലും ഉണ്ടാകില്ല. ഇല്ലെങ്കിൽ ഡിക് ടെസ്റ്റ്, ഷിക് ടെസ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ ഇപ്പം അങ്ങനെയൊന്നും വരില്ല. എല്ലാം വളരെ കാച്ചിക്കുറുക്കിയ കാര്യം. ഓരോ മത്സരാർത്ഥിയും 10,000-കണക്കിന് MCQs പ്രിപ്പയർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആൻസർ ചെയ്തിട്ടാണ് എക്സാം ഹാളിലേക്ക് വരുന്നതെന്ന് ഈ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നവർക്കും അറിയാം. കാര്യം ഈ ടെലഗ്രാം ഗ്രൂപ്പുകളും ഈ MCQ ടെക്സ്റ്റ് ബുക്കുകളും അതിൻ്റെ PDF ഒക്കെ അവരും അവരുടെ ശ്രദ്ധയിലും പെടുന്നതാണ്. അപ്പോൾ അതിലൊന്നും വരാത്തതും അല്ലെങ്കിൽ അതുപോലെ അതേ രീതിയിൽ തോന്നാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും അവർ എക്സാമിനേക്ക് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷേ ഇവിടെ ചിലർ പറഞ്ഞതുപോലെ AIPGT ആയിട്ടും UPSC
എക്സാമായിട്ടും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിരിക്കും. അല്ലെങ്കിൽ മറ്റേ മോഡേൺ മെഡിസിൻ്റെ അസിസ്റ്റന്റ് സർജൻ്റെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പിന്നെ അവരുടെ MD എൻട്രൻസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിരിക്കും. പക്ഷേ കമ്പാരിറ്റീവ്ലി പഴയകാല ക്വസ്റ്റ്യൻസിൽ നിന്ന് വളരെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുഴുവൻ ഇതുവരെ നടന്ന മുഴുവൻ കേരള PSCയുടെയും മറ്റ് സ്റ്റേറ്റ് PSCകളുടെയും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആക്കാം. നമ്മൾ മുമ്പ് കൊടുത്തിട്ടുണ്ട്, ഇനിയും അത് കിട്ടും. അതുപോലെ 2016 മുതലുള്ള AIPGTയുടെ ക്വസ്റ്റ്യൻസ് 2001-ലും 2002-ലും മുതലൊക്കെ കേരള PG എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പുകളിൽ നേരത്തെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും തരുന്നതാണ്. ഈ പറഞ്ഞ കേസൺ, സക്സസ്, പിന്നെ ടേണിംഗ് പോയിന്റ്, എന്താ റോഡ് സ്റ്റാർ എന്നോ മറ്റോ പറഞ്ഞിട്ട് അങ്ങനെ ഒരു 6-7 നോട്ട്സ്, നോർത്ത് ഇന്ത്യൻ ഗ്രൂപ്പുകളുടെ നോട്ട്സ് അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ മാക്സിമം മെറ്റീരിയൽസ് നമ്മളുടെ ഗ്രൂപ്പുകളിൽ കിട്ടും. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിലായതുകൊണ്ടോ ഇല്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് സൂക്ഷിച്ചതുകൊണ്ടോ കാര്യമില്ല. വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അടുത്ത PSC കഴിയുമ്പോൾ നിങ്ങളായിരിക്കും ഇതുപോലെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പിറേഷൻ നടത്തി സംസാരിക്കുവാൻ ഈ വേദിയിൽ വരേണ്ടത്. ഇനി നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ചോദിക്കാനില്ല എന്ന് കരുതി നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 മിനിറ്റ്. സർ, ഈ ചെയ്ത ടെലഗ്രാം ക്വസ്റ്റ്യൻസ് പിന്നെ റിവൈസ് ചെയ്തായിരുന്നോ? എങ്ങനെ? ടെലഗ്രാം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു പോവല്ലോ, അത് പിന്നെ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഈ ക്വസ്റ്റ്യൻസ് ടെലഗ്രാമിലുള്ള ക്വസ്റ്റ്യൻസ്, അവർ ചെയ്ത ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. അത് പറഞ്ഞോട്ടെ. അത് പറഞ്ഞാൽ ഈ ടെലിഗ്രാമിൽ പല ഗ്രൂപ്പുകളും ഒരേ ക്വിസസ് അല്ലെങ്കിൽ ഒരേ ക്വസ്റ്റ്യൻസ് വീണ്ടും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ക്വിസസ് ഈവൻ 1 hourly ഒക്കെ വെച്ചിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ 200 ക്വസ്റ്റ്യൻസിന്റെ ഒരു സെറ്റ് നമുക്ക് ആ ഒരു അത്രയും ടൈം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ പല ക്വസ്റ്റ്യൻസും പല ടെസ്റ്റുകളും റിപ്പീറ്റഡ് ആയിട്ടും വരും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു റിവിഷൻ വരുന്നുണ്ട്. പിന്നെ സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും വീണ്ടും അടുത്ത ദിവസം ചിലപ്പോൾ വേറൊരു ടൈമിൽ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് തീരെ ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ വീണ്ടും നമുക്കത് പോയി വായിച്ചു നോക്കുമായിരുന്നു ഞാൻ. അങ്ങനെ ഒരു കാര്യമുണ്ട് സർ. പിന്നെ 2 പോയിന്റും കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. പറഞ്ഞോളൂ. മെറ്റീരിയൽ മെഡിക്ക പഠിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കണം. ക്രാക്ഡ് എൻട്രൻസ് പറഞ്ഞ ബുക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് യൂസ് ചെയ്തിരുന്നു. കീനോട്ടും ബോറിക്കും യൂസ് ചെയ്തിരുന്നു. ക്രാക്ഡ് എൻട്രൻസ് യൂസ് ചെയ്തിരുന്നു. പിന്നെ ഫ്രണ്ട് ഓഫ് ഹെൽത്തിന്റെ ഒരു 100 ബോറിക് പോയിന്റ്സ് അല്ലെങ്കിൽ 100 കീനോട്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ട്. അത് എല്ലാ എക്സാമിന് പോകുമ്പോഴും ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടൈമിൽ സാറിനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടെ പറയാതെ പോയാൽ അത് ശരിയാവില്ല. കാരണം ഞങ്ങൾ ആരും ഈ ഒരു PSCയുടെ ഇന്റർവ്യൂ പോലുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിനെ നേരിടെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാത് സമയത്ത് കൃത്യമായ മോട്ടിവേഷനും കൃത്യമായ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും ഞങ്ങൾക്ക് അഡ്വൈസ് ചെയ്തെന്ന് സാറിന് നമ്മുടെ ഈ ഒരു അച്ചീവ്മെന്റിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും കുറച്ച് കാണാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടെ പറഞ്ഞിട്ട് സാർ. ഓക്കെ, താങ്ക് യു. ഈ പറഞ്ഞ ഈ ടെലഗ്രാം ഗ്രൂപ്പിന്റെ പ്രത്യേകത, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സക്സസ് ഗ്രൂപ്പിന് തന്നെ 4-5 ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്. AIPGTക്ക് ഒരു ഗ്രൂപ്പുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ മെയിൻ ഗ്രൂപ്പ് ഏതാണ്ട് 1500 ആളുകൾ കൂടുതലുണ്ട്. അപ്പം അതിൽ നമ്മൾ മുൻകാല ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും നാളെ നോക്കുമ്പോഴും ആ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാകും. അപ്പോൾ അത് വീണ്ടും ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് ആൻസർ ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് ക്യാരി ഓവർ ചെയ്ത് ആൻസർ ചെയ്യുന്ന രീതി അറിയാവുന്നവർക്കറിയാം, അറിയാത്തവർക്ക് വേണമെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ ഇവിടെ അമൃത ഡോക്ടറോ ആരോ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് ആ ക്വസ്റ്റ്യൻ പിന്നെ സേവ് ചെയ്ത് ഇട്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ടെലഗ്രാം ക്വിസിൽ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് തെറ്റിപ്പോയ ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് അത് വീണ്ടും അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അത് ശരിയാക്കാൻ, അതായത് അത് ശരിയായ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. അവിടെയും കറക്കി കുത്തരുത്. കറക്കി കുത്തി ശരിയായത് വീണ്ടും നോക്കണം. അല്ലാതെ ചെയ്ത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അത് വിട്ടേക്കുക. അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും. നിങ്ങൾ പിന്നീട് എപ്പോഴും ചെയ്യുമ്പോഴും നിങ്ങൾക്കത് ശരിയായിരിക്കും. പക്ഷേ
തെറ്റിയ ആൻസറുകൾ ഏതാണ് തെറ്റിയതെന്നും അത് വെറുതെ ആൻസർ ചെയ്തങ്ങ് പോവുമല്ല, വീണ്ടും അതിനെ തിരിച്ചു വന്ന് അതിലേതൊക്കെ തെറ്റി, അതെന്തുകൊണ്ട് തെറ്റി, അവിടെ എന്താണ് മിസ്റ്റേക്ക് പറ്റിയതെന്ന് മനസ്സിലാക്കുകയും ആ ക്വസ്റ്റ്യൻസും ആ ഭാഗവും വീണ്ടും പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ടെലഗ്രാം ഈ പറഞ്ഞതുപോലെ എല്ലാവരും അത് വളരെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു. ഞാനും ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഈ സക്സസ് ഗ്രൂപ്പൊക്കെ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ടെലഗ്രാം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടെന്നും ഇത് വളരെ യൂസ്ഫുൾ ആണെന്നും ആരോ പറഞ്ഞതുപോലെ അതിനകത്ത് നമ്മളുടെ ആൻസർ കറക്റ്റായി കഴിയുമ്പോൾ അതിനകത്ത് വരുന്ന ആ ഒരു ഒരു അപ്രീസിയേഷൻ, അത് കാണാനൊരു സന്തോഷവും, അതുപോലെ ആദ്യത്തെ ഒരു 20-ലെങ്കിലും 10-100 പേര് ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ പേര് 20-നകത്ത് വരുമ്പോൾ അതൊരു സന്തോഷവും ഒക്കെ, അതൊരു വലിയ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ടെലഗ്രാം ക്യൂസ് എപ്പോഴും അറ്റൻഡ് ചെയ്യണം. ഡെയിലി ഒരു 100 ക്വസ്റ്റ്യൻസ് എന്തായാലും അറ്റൻഡ് ചെയ്ത് പോകണം. ഇപ്പോഴും നമ്മൾ എക്സാം ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും ടെലഗ്രാം ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. AIPGTയുടെ ഗ്രൂപ്പിൽ അനീസ ഡോക്ടർ ഡെയിലി 2-3 പ്രാവശ്യം ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്തിടുന്നുണ്ട്. മറ്റ് ഗ്രൂപ്പുകളിലെ ഹോമിയോ PDയിലെയും ഹോമിയോ മന്ത്രയിലെയും ഹോമിയോ ഗുരുജിയിലെയും ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിടുന്നുണ്ട്. നമ്മളുടേതായ സക്സസ് തന്നെ തയ്യാറാക്കിയ, എൻ്റെ പേര് വെച്ച് തന്നെ തയ്യാറാക്കിയ ഏകദേശം ഏതാണ്ട് 170 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരു സെറ്റിനകത്ത് മിനിമം 40-30 വീതമുള്ള 30-40 വീതമുള്ള 170 സെറ്റ് ക്വസ്റ്റ്യൻസ് റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുള്ളതല്ല, അത് ഫീൽഡിലുണ്ട്. നമ്മുടെ മറ്റു പല ഗ്രൂപ്പുകളിൽ അത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പ് വളരെ പ്രയോജനമാണ്. അതുപോലെ നമ്മൾ ടെലഗ്രാം ഒരു ഗ്രൂപ്പിൽ ഈ പറഞ്ഞ PDF നോട്ടുകളെല്ലാം കേസണം, പിന്നെ റോസ്റ്റാർ പാണ്ഡ്യ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെയും സക്സസിൻ്റെ എല്ലാ നോട്ട്സും PDF അവൈലബിൾ അല്ല. പക്ഷേ ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചില പരസ്യങ്ങൾ വരുന്നുണ്ട്. അത് ഏതാണ്ട് 700 രൂപയാണ് ഒരു വോളിയത്തിൻ്റെ, അല്ലാതെ ബുക്കായിട്ട് വില 700 ഒക്കെയാണ്. പക്ഷേ ഇത് PDF നോട്ടുകൾ 100 രൂപയ്ക്കും 49 റുപ്പീസിനോ കിട്ടുന്ന പരസ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ വാങ്ങുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കായിട്ട് വാങ്ങുകയോ ചെയ്യുക. അങ്ങനെ പല സോഴ്സിൽ നിന്ന് കാര്യങ്ങൾ കളക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോവുക. നമ്മൾ AIPGTയുടെ ക്വസ്റ്റ്യൻസും കേരള PSCയുടെ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് നിങ്ങൾ ആൻസേഴ്സ് അയച്ചു തന്നിട്ട് ഞാൻ കീ തരുന്ന ഒരു രീതിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. വീണ്ടും അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു പഠിത്തം തുടങ്ങുക. മുൻപ് പറഞ്ഞതുപോലെ 2022-ലാണ് കഴിഞ്ഞ PSC വിളിച്ചത്. 26-ലോ ചിലപ്പോൾ 27-ൽ എന്തായാലും വിളിച്ചിരിക്കും. 28-ലാണ് എക്സാമെങ്കിൽ പോലും 27-ൽ വിളിച്ചിരിക്കും. അപ്പോൾ 2 വർഷം കൂടിയേ ഉള്ളൂ. 2 വർഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ ഫാസ്റ്റായിട്ട് അങ്ങ് പോകും. ഇവിടെ 3 പേരും പറഞ്ഞതുപോലെ PG പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആ ഒരു സ്റ്റഡി മൂഡിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അവർക്ക് കുറച്ചുകൂടെ ആ ഒരു റിതം കിട്ടും. അവർക്ക് ഗ്രൂപ്പ് സ്റ്റഡിക്കുള്ള അവസരമുണ്ട്. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് വീടുകളിൽ PG പഠിത്തമോ കഴിഞ്ഞോ അല്ലെങ്കിൽ UG വെച്ച് നിർന്ന് വീടുകളിലേക്ക് പ്രൈവറ്റ് പ്രാക്ടീസോ ഒക്കെ ആയിട്ട് പോയവർ അവർ കുറച്ചുകൂടെ സ്ട്രെയിൻ എടുത്താലേ പറ്റത്തുള്ളൂ. കോളേജിൽ പഠിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഈസിയാണ്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, PG ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പൊതുവേ കുറച്ചുകൂടെ ഈസിയാണ്. എങ്കിലും അങ്ങനെ അല്ലാത്തവർക്കും കിട്ടിയിട്ടുണ്ട്, ധാരാളം പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള അവസരമുണ്ട്. എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. പരമാവധി പേര് അടുത്ത പ്രാവശ്യം വളരെ ആവേശത്തോടെ ആദ്യ റാങ്കുകളിൽ വരാൻ ശ്രമിക്കുക എന്ന് മാത്രം പറയുന്നു. തീർച്ചയായിട്ടും ഇവിടെ വന്നു ചേർന്ന 3 പേർക്കും, പ്രേംദീഷ്ണ പ്രീതം, അമൃത VM, സഹല VP 3 പേർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. വീണ്ടും ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വീണ്ടും വരണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ആൾ. ഗുഡ് നൈറ്റ്.